1947 മുതൽ 1950 വരെ അവർ യഥാർത്ഥത്തിൽ ആരായിരുന്നു? ഭരണഘടനാ രൂപീകരണത്തിന്റെ ആൾക്കാർ. ആ പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത്. അത് സമാന്തരമായി പാർലമെന്റിൽ ചില പ്രവർത്തനങ്ങൾ നടത്തി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1950 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആയതോടുകൂടി ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞു. പിന്നെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഭരണഘടനാ നിർമ്മാണ സമിതിയെ പിരിച്ചുവിട്ടിട്ടില്ല. അന്ന് മുതൽ 1952 ഇലക്ഷൻ കഴിഞ്ഞ് പാർലമെന്റ് ഉണ്ടാകുന്നത് വരെ അതെന്തായിട്ട് പ്രവർത്തിച്ചു? ഇന്ത്യയുടെ ഇടക്കാല പാർലമെന്റ് ആയിട്ട് പ്രവർത്തിച്ചു. ആ വലിയൊരു ദൗത്യം അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? അവരുണ്ടാക്കിയിട്ടുള്ള ഭരണഘടന എങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചവരായിരുന്നു. അതതിന്റെ പ്രത്യേകത. നെഹ്റുവിന്റെ മന്ത്രിസഭയുടെ പ്രത്യേകത എന്താണ്? നേരത്തെ ഇവിടെ പറയുകയുണ്ടായി. കോൺഗ്രസ്സുകാരനായിരുന്നില്ല അംബേദ്കർ, എന്നിട്ടും അദ്ദേഹത്തെ നിയമമന്ത്രിയാക്കി. ജനസംഘം ഉണ്ടാക്കിയിട്ടുള്ള നേതാവ് ശ്യാമപ്രസാദ് മുഖർജി, അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഹിന്ദു മഹാസഭയുടെ ആളെയും നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ മെമ്പറായിരുന്നു. കോൺഗ്രസിനെ ആ രൂപത്തിൽ അനുകൂലിക്കാതിരുന്ന അംബേദ്കറും നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്നു. അപ്പൊ ആ വൈവിധ്യത്തെ ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആദ്യത്തെ ക്യാബിനറ്റ് ഉണ്ടായി വന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയും അതിന്റെ റോളുകൾ ആ രൂപത്തിലാണ് വഹിച്ചിട്ടുള്ളത്. 1952 വരെ. പക്ഷെ 1950 നമ്മൾ കാണേണ്ട കാര്യം, നെഹ്റുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെഹ്റുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാശി സാർവത്രിക വോട്ടവകാശത്തോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ആദ്യം നടത്തണം എന്നുള്ളത്. അത് ചെറിയ പണിയല്ല. ഏത് കാലത്ത് ഏത് രൂപത്തിലുള്ള ഒരു ഇന്ത്യയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 47 സ്വാതന്ത്ര്യം കിട്ടി, ഉടനെ തന്നെ വിഭജനം ഉണ്ടായി. വിഭജനത്തിന്റെ ഭാഗമായിട്ടുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായി. ഒരു 6 മാസം കഴിയുമ്പോൾ ഗാന്ധിജി വധിക്കപ്പെട്ടു. ഭീകരമായ രൂപത്തിലുള്ള ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ന് ഈ BJPക്ക് കിട്ടിയിട്ടുള്ള ഒരു രാജ്യമല്ല അന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ ഇന്ത്യയും അന്നത്തെ ഇന്ത്യയും തമ്മിൽ യാതൊരു താരതമ്യമില്ല. ഒരു ഏക പ്രതീക്ഷ കാര്യങ്ങളുടെ എല്ലാം തന്നെ ഒരു കാരണവരായിട്ട് നിൽക്കുന്ന ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നു. വലിയ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഭീകരമായ രൂപത്തിലുണ്ടാകുന്ന വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ എല്ലാം നടുവിൽ നിന്നിട്ടാണ് ഒരു രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരാനുണ്ടാകുന്ന ശ്രമം നടത്തുന്നത്. അപ്പൊ നെഹ്റുവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സാർവത്രിക വോട്ടവകാശത്തോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ രാജ്യം നടത്തണം. അതിനാം എന്ത് വേണം? നമുക്കൊരു വോട്ടർ പട്ടിക ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഏത് രാജ്യത്തിനാ വോട്ടർ പട്ടിക? അപ്പൊ അതിനകത്ത് പറയാണ് 1948 ജൂലൈ മാസം 15-ാം തീയതിയാണ് ഇന്ത്യയിലെ വോട്ടർ പട്ടികയ്ക്കകത്തേക്ക് ആൾക്കാരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന പ്രസ്താവന പേപ്പറിലൂടെ വരുന്നത്. അതിനെ സംബന്ധിച്ച് ഒരു പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഹൗ ഇന്ത്യ ബിക്കെയിം ഡെമോക്രാറ്റിക് എന്ന്. ഇന്ത്യ എങ്ങനെയാ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് മാറി. അപ്പൊ അതിൽ അവർ പറയുന്ന കാര്യം, ഇന്ത്യക്കാർ പൗരന്മാരാകുന്നതിന് മുമ്പ്, സിറ്റിസൺസ് ആകുന്നതിന് മുമ്പ് തന്നെ അവർ വോട്ടേഴ്സാണ്. കാരണം വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ നമ്മൾ വോട്ടർമാരായി. പാർലമെന്റ് ഭരണഘടന അംഗീകരിച്ചതിന് ശേഷമാണ് നമ്മൾ എന്താവുന്നുള്ളൂ? സിറ്റിസൺ ആയിട്ട് മാറും. ഈ വോട്ടർ പട്ടിക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് അവർ ഏറ്റെടുക്കുകയും അവർ ആ കർത്തവ്യം പൂർത്തിയാക്കുകയും ചെയ്തതിനെ പറ്റിയിട്ടാണ് ഈ പുസ്തകം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, വയസ്സ് തെളിയിക്കാൻ ഒന്നുമില്ല. സ്കൂളിൽ പോയിട്ടില്ല, ആരും സ്കൂളിൽ പോയവരല്ല, അതുകൊണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല. ജാതകം എന്ന് പറയുന്ന ഒരു സാധനത്തെ യാതൊരു നിവൃത്തിയും. താമസിക്കുന്ന സ്ഥലം, കാരണം എന്താണ്? പലതരത്തിലുള്ള കലാപങ്ങൾ വരുന്നത് കൊണ്ട് ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നാളെ താമസിക്കുന്ന യാതൊരു ഉറപ്പില്ല. അപ്പൊ വീട് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. അപ്പൊ ആ പുസ്തകത്തിൽ പറയാണ്, ഇപ്പൊ നമ്മള് എന്യൂമറേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒരു വീട്ടിൽ ചെന്ന് കാര്യം വീടില്ല, ഒരു ഓല കൊണ്ട് മേഞ്ഞ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടുള്ള സ്ഥലമേ, അതൊരു മഴയ്ക്കോ കാറ്റിലോ പോകാം. അത് അതിന്റെ മുമ്പിലുള്ള മരത്തിന്റെ മുകളിൽ അതിന്റെ തോല് പറിച്ചു കളഞ്ഞിട്ട് അവിടെ എഴുതി വെക്കുക, ഇതാണ് ഇന്ന ആളാണ് ഇവിടെ താമസിക്കുന്നത് അവിടെ എഴുതി. അങ്ങനെയാണ് വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ. അന്നത്തെ നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സുകുമാർ സെൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ICS ഓഫീസറായിരുന്നു. അന്ന് അദ്ദേഹം വെസ്റ്റ് ബംഗാൾ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അവിടെ നിന്ന് നെഹ്റു കണ്ടെത്തി കൊണ്ടുവന്നാണ് ഇയാൾ. 10 കൊല്ലം ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തിന് പത്മശ്രീ പത്മവിഭൂഷൺ ബഹുമാനം അനുമതി നൽകിയിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചത്. ഇന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെ പോലെ അല്ല എന്നെല്ലാം നമ്മൾ കാണേണ്ടതാണ്. അന്നത്തെ ചീഫ് സെക്രട്ടറിയാണ് വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറി സുകുമാർ സെൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനം കഴിഞ്ഞതിന് ശേഷം ബർദാൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് പോവുകയാണ്. അത്രയും പണ്ഡിതനായിരുന്നു അദ്ദേഹം. അപ്പൊ അവരൊക്കെ ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വോട്ടർ പട്ടിക ഉണ്ടായി വന്നത്. ഈ വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് 1950
51 ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്. 52 മാർച്ച് മാസത്തിൽ ആ പരിപാടി തീരുന്നുണ്ട്. അന്നും വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നാം, ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ കോട്ടയം എന്ന് പറയുന്ന പാർലമെന്റ് നിയോജക മണ്ഡലത്തിലാണ്. അപ്പൊ ആ ഒരു വലിയ പ്രക്രിയ, അതായത് ഒരു ജനാധിപത്യത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി വരുന്നത് സാർവത്രിക വോട്ടവകാശമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള ആ ജനാധിപത്യ പ്രക്രിയ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഇന്നും നിലനിൽക്കുക. നമ്മൾ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞാലും 75% ആൾക്കാർ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് രേഖപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്ത ഏത് ഗവൺമെന്റ് തിരഞ്ഞെടുത്താലും ആ പ്രക്രിയ നടക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്.